ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ ദിവസം നോക്കിയപ്പോൾ കിട്ടിയത് എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സൺ, അവരുടെ നിയർ ഫ്യൂച്ചർ, അവരെന്താണ് അറിയേണ്ടത്, ഇത്തരം കാര്യങ്ങൾ ഞാൻ ചോദിച്ചത്. കിട്ടിയത് ടെമ്പറൻസ്. നിങ്ങൾക്ക് കിട്ടിയത് ടെമ്പറൻസ് ആണ്. ഇത് കഴിഞ്ഞ ദിവസം കിട്ടിയത് തന്നെയാണ്. നിങ്ങൾ വളരെ മിതത്വം പാലിക്കാൻ ശീലിച്ചു കഴിഞ്ഞു. സ്നേഹമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും നിങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ വളരെയധികം പക്വതയോടെ നിങ്ങളെല്ലാം മിതത്വത്തോടെ അളന്നു മുറിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കിട്ടിയ കാർഡാണ് ക്വീൻ ഓഫ് സോർഡ്. അദ്ദേഹങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ബട്ട് എന്നാലും ഫെയർ വിത്ത് റീസൺ. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും നിങ്ങളുടെ അവസ്ഥ എന്താണെന്നും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരായിരുന്നെന്നും നിങ്ങൾ കൂടെ ഉണ്ടാകുന്നപ്പോൾ എങ്ങനെയായിരുന്നു ഒക്കെ മനസ്സിലായി. പക്ഷേ നിങ്ങളിൽ ഇപ്പോഴും അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കുവാണ്. അതായത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോഴും ഇവിടെ വളരെ പവറോടുകൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്താണ് അറിയാതെ പോയതെന്ന് വെച്ചപ്പോഴത്തേക്ക് കാര്യമാണ് കിട്ടിയത്. സ്ട്രെങ്ത് ആണ്. അതൊരു മേജർ ആർക്കാന കാർഡാണ്. നിങ്ങൾ ബുദ്ധിപരമായിട്ടൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എല്ലാം നിന്നു. ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ പോയില്ല. അതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം. അതേപോലെ നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചപ്പോഴത്തേക്ക് കിട്ടിയ കാർഡാണ് ടെൻ ഓഫ് സോർഡ്. ഇത് ഒരു നല്ല കാർഡ് തന്നെയാണ്. ടെൻ ഓഫ് സോർഡ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡാണ്. എൻഡെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്നു, പിന്നെ പുതിയതായിട്ട് ആരംഭിക്കുന്നു. അതാണ് ടെന്നിൻ്റെ പ്രത്യേകത. പിന്നെ ന്യൂമറോളജി കാർഡുകൾ എടുത്ത് നോക്കിയപ്പോൾ അതും കിട്ടിയ കാർഡ് ഇതാണ്. അത് കാണിച്ചിരിക്കുന്നത് ഒക്കേഷൻസ്, അതായത് കൺക്ലൂഷൻസ് ആർ വിതിൻ റീച്ച്. അതായത് ന്യൂമറോളജി കാർഡും പറയുന്നത് എല്ലാം അവസാനിക്കുകയാണ്, ഇത് തീരുകയാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥകളെല്ലാം തീരുകയാണ്, പുതിയൊരു ലൈഫിലേക്ക് കടക്കുകയാണ്. എന്ത് വന്നാലും നിങ്ങളത് വിശ്വസിക്കുകയും ക്ലെയിം ചെയ്യുകയും കൂടാതെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വിഷ്വലൈസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ തന്നെ ഹീൽ ചെയ്യുക. ഇപ്പോൾ വേനൽക്കാലമല്ലേ, നിങ്ങൾക്ക് പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ വെള്ളമോ ഭക്ഷണമോ കൊടുക്കാം. അതേപോലെ നിങ്ങളെ ഹീൽ ചെയ്യാനായിട്ട് ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് ആൻഡ് ആഫ്റ്റർ വേക്കപ്പ് നിങ്ങൾക്ക് പറയാം, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നിങ്ങനെ ഉള്ള 4 കോട്സ് വാക്കുകൾ നിങ്ങൾക്ക് 108 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങളെ സ്വയം ഹീൽ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് like the video. Thank you.